ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റമീസ് കിച്ചൻസ് വ്ളോഗ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടപ്പുളി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഉടച്ചൊഴിച്ചാണ് ഈ മുട്ടക്കറി വെക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 കൈപ്പിടി അളവിൽ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി, 4-5 പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി വാളംപുളി വെള്ളമാണ്, ഇതുകൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മുറി നാളികേരം ചെറുജീരകം കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഈ അരച്ച് വന്നിരിക്കുന്ന കൂട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായതും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതും അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന കറിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി കറി ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ മുട്ടകളായിട്ട് ഉടച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി തിളയ്ക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കേണ്ടതായിട്ട്. തിളച്ചു എന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് കലങ്ങി പോകുക. ഇനി നമുക്ക് ഇളക്കാതെ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. സ്പൂണ് വെച്ച് ഇളക്കരുത്. ഈ കറിയിലിട്ട ഉള്ളി വെന്ത് കിട്ടുന്ന സമയം മതി നമുക്കിതിൽ മുട്ട വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മുട്ട പുഴുങ്ങിയല്ലേ കറി വെക്കാറ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചൊഴിച്ച് കറി വെച്ച് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാവേ. മീൻ കറി പോലെ ഈ മുട്ടപ്പുളിയും വെച്ച അന്ന് കഴിക്കണതിനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കാനായിട്ടാണ്. ഉടച്ചൊഴിച്ച മുട്ടപ്പുളി വെക്കുന്ന സമയത്ത് കൂടുതലും മൺചട്ടിയിൽ വെക്കരുത്. മൺചട്ടിയിൽ വെക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അഥവാ മൺചട്ടിയിലാണ് കറി വെക്കുന്നതെങ്കിൽ നമ്മൾ താളിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് തിളച്ച് വന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് കത്തിച്ച് കൊടുത്താൽ മതിയേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.